നമ്മൾ ഭയക്കണം. ശരിക്കും സുന്ദരിമാരെ നമ്മൾ ഭയക്കുക തന്നെ വേണം. ലോകത്തിൻ്റെ നെറുകയിലും ഭാരതത്തിൻ്റെ നെറുകയിലും കേരളത്തിൻ്റെ നെറുകയിലുമായി നിറഞ്ഞു നിൽക്കുന്ന 6 പെൺകുട്ടികളെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരാൾ പ്രസിദ്ധയാണ്, ഗ്രേറ്റ ട്യൂൺബർഗ് എന്നാണ് അവരുടെ പേര്. പാലസ്തീനിലെയും ഗസയിലെയും യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കോഫിയൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ ഭക്ഷ്യസാധനങ്ങൾ, വൈറ്റമിൻ ബാറുകൾ, പ്രോട്ടീൻ ബാറുകൾ, മരുന്ന്, വെള്ളം ഇവയൊക്കെ എത്തിക്കാൻ ഒരു ചെറിയ ട്രക്കിനകത്തേക്കുള്ള സാധനങ്ങളേ ഉള്ളൂ. ഇതൊക്കെ എത്തിക്കാൻ 12 കൂട്ടാളികളുമായിട്ട് ഇസ്രയേലിനടുത്തേക്ക് പോയി. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഇസ്രായേൽ ആ ചെറു കപ്പൽ പിടിച്ചെടുക്കുകയും ഇവരെയൊക്കെ തടവിലാക്കുകയും ചെയ്തു. ഗ്രേറ്റ നിങ്ങൾക്കറിയായിരിക്കും, 16 വയസ്സ് മുതലേ തന്നെ ലോകത്തെ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയുള്ള ചർച്ചകളിലൂടെ നമുക്ക് ഏവർക്കും സുപരിചിതയാണ്. ഇന്ത്യക്കാർക്ക് പോലും വളരെ സുപരിചിതയായ ഒരു പെൺകുട്ടിയാണ്. ഒരു കാലത്ത് നമ്മുടെ മലാലയെ പോലെ ഏറ്റവും ഫേമസ് ആയ ഒരു കുട്ടിയാണ്. മലാല ഒരു സമയത്ത് ഫേമസ് ആയതുപോലെ ഗ്രേറ്റയും ഒരു സമയത്തല്ല ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന, ലോകത്തെ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്ന പെൺകുട്ടികളുടെ ഒരു പ്രതീകമായിട്ട്, പ്രത്യേക അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട്, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ട് നമുക്കെല്ലാവർക്കും പരിചിതയാണ്. ഇന്ന് ആ കുട്ടി ഇസ്രായേൽ ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യുന്ന എന്നുള്ള വാക്യം ഉപയോഗിക്കുന്നില്ല, അവർ തടഞ്ഞു വച്ചിരിക്കുകയാണ്, അവരുടെ തടവിലാണ്. അപ്പോൾ ആ കുട്ടി ലോകത്തിൻ്റെ നെറുകയിൽ സ്ത്രീത്വത്തിൻ്റെ പ്രതീകമായി, മനുഷ്യസ്നേഹത്തിൻ്റെ പ്രതീകമായി ആ കുട്ടി ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോൾ ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഇൻഡോറിലുള്ള ഒരു പെൺകുട്ടിയാണ്. സ്വർണം പോലെ തന്നെ പേരും സുന്ദരമാണ്, സോനം. സോനം ഒന്നും ചെയ്തില്ല. ആകെ ചെയ്തത് ഹണിമൂണിന് പോയപ്പോൾ ഭർത്താവിനെ വാടക കൊലയാളികളെ കൊണ്ട് കൊല്ലിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം മേഘാലയയിൽ വെച്ചിട്ട് ആ നടന്ന കൊലപാതകത്തിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും സോനം പോലീസിന് മുമ്പ് സറണ്ടർ ചെയ്യുകയും ചെയ്തു. വിവാഹം എന്ന് പറയുന്ന സുന്ദര സ്വപ്നങ്ങളിൽ എങ്ങനെയാണ് മരണത്തിൻ്റെ കരിനിഴൽ വീഴ്ത്തുക എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരുപാട് കേസുകളിൽ കല്യാണം കഴിഞ്ഞ ദിവസവും അടുത്ത ദിവസങ്ങളിലൊക്കെ ഒളിച്ചോടിയ സ്ത്രീകളൊക്കെ ഉണ്ട്. അത് അവർക്ക് ഇഷ്ടപ്പെടാത്ത വിവാഹങ്ങളായിരിക്കാം. പക്ഷേ സ്വന്തം ഭർത്താവിനെ ഹണിമൂണിന് നിർബന്ധിച്ച് കൊണ്ടുപോയി അവിടെ വെച്ച് കൊലപ്പെടുത്തി എന്നുള്ളത് മനുഷ്യത്വത്തെ നാണിപ്പിക്കുന്ന ഒരു കുറ്റമാണ്. ഇങ്ങനെയൊക്കെയുള്ള വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തെ കൊച്ചു 3 പെൺകുട്ടികൾ ചെയ്തത് വളരെ ചെറിയൊരു കാര്യമാണ്. കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ആകപ്പാടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തു നിന്ന് ഒരു 69 ലക്ഷം രൂപ, അത് ഒറ്റയ്ക്കല്ല 3 പേരും കൂടെ ചേർന്ന് മാറ്റി എന്നുള്ള ഒരു ചെറിയൊരു കുറ്റമേ ഉള്ളൂ, ഒരു സാമ്പത്തിക ക്രമക്കേട്. ഇതിൻ്റെ വിശദമായ അവസ്ഥകളിലോട്ട് പോകുമ്പോഴത്തേക്ക് നടൻ കൃഷ്ണകുമാറും ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നടൻ കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ പെൺമക്കളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എടുത്ത നിലപാട് കേസ് ഒതുക്കി തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേസ് ഒതുക്കി തീർക്കുക അല്ലെങ്കിൽ ഒരു കൗണ്ടർ കംപ്ലയിൻറ്റിലൂടെ കേസ് തീർക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം 2 ഭാഗത്തും കുഴപ്പമുണ്ടായിട്ടുണ്ടെന്ന്. ഒരു ഭാഗത്ത് മാത്രമാണ് കുഴപ്പമുണ്ടായെങ്കിൽ ആ കേസ് ഒത്തു തീർക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. 69 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ആൾ 8 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് കേസ് സെറ്റിൽ ചെയ്തു, അല്ലെങ്കിൽ കേസ് ഇനി കൊടുക്കുന്നില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ചു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാനില്ല. അതിനെ പറ്റിയിട്ട് വളരെ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. പക്ഷേ ഈ പെൺകുട്ടികൾ 69 ലക്ഷം രൂപ ഓൺലൈൻ ട്രാൻസാക്ഷനിൽ വെട്ടിച്ചുവെങ്കിൽ പിന്നെ ഒരു 60 ലക്ഷം രൂപയും കൂടെ അല്ലാതെയും വെട്ടിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും കേരളത്തിലേക്ക് ED വരും. ഈ 69 ലക്ഷം രൂപ എങ്ങോട്ട് പോയി എന്നുള്ളത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തും. അതുവഴി ഇവർ സമ്പാദിച്ചിട്ടുള്ള സ്വത്തുക്കളെല്ലാം ED കണ്ടുകെട്ടും. പോലീസിന് അത് കോൺഫിസ്കേറ്റ് ചെയ്യാൻ കോടതിക്ക് അതിനുള്ള അധികാരമുണ്ട്. അത് ആ കേസിൻ്റെ ഒരു തെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റാണ് കാണുന്നത്, മോഷണം.
അല്ലെങ്കിൽ സാമ്പത്തിക തിരിമറി. രണ്ടാമത്, ഇത് പിടിക്കുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ പറയുന്നത് ഇതിൻ്റെ ഉടമസ്ഥയുടെ ഭർത്താവ് അവരുമായിട്ട് ലൈംഗിക ചുവയോടെ സംസാരിച്ചു, ഈ കുട്ടിയുടെ അച്ഛൻ അവരുമായിട്ട് ലൈംഗിക ചുവയോടെ സംസാരിച്ചു, അവരെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു. ഇതൊക്കെ വേറൊരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ്. അപ്പോൾ ഈ തന്ത്രത്തിൽ വീഴാതിരിക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം നേരിട്ട് ACPയെ കണ്ട് പരാതി കൊടുത്തെന്നൊക്കെയാണ് ശ്രീ കൃഷ്ണകുമാർ പറയുന്നത്. ഒരാവശ്യമില്ല. സാധാരണഗതിയിൽ ഒരു ഓൺലൈൻ കംപ്ലയിൻറ്റ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ മതിയായിരുന്നു. എന്തിനാ ACPയെ കാണാൻ പോയത്? തെഫ്റ്റാണ്. അവരെ വീട്ടിൽ വിളിച്ച് ചോദ്യം ചെയ്യാൻ അദ്ദേഹം യൂണിഫോം ഇട്ട പോലീസുകാരനൊന്നുമല്ല. എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട്. അതിൻ്റെ പ്രതികളെ പോലീസിൽ എത്തിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് ഓർത്ത് ഞാനത് കേസാക്കിയില്ല. അത്രയും പൈസ പോകട്ടെ എന്ന് വെച്ചു. കാര്യം പ്രതികളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി അവരെ അധിക്ഷേപിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കുമ്പോഴത്തേക്ക് എനിക്ക് പോയ ഒരു ചെറിയ തുക പോട്ടെന്ന് വെച്ചു. കാര്യം എൻ്റെ ഓഫീസിൽ നിന്ന് തന്നെയാണ് മോഷണം പോയത്, ക്യാഷാണ് പോയത്. ആരെടുത്തെന്ന് എനിക്ക് ഏകദേശം നല്ല വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം, എടുക്കാൻ സാധ്യതയുള്ളവരെ. പക്ഷേ പോലീസിലോട്ട് എത്തിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കോൺസിക്വൻസസ് വളരെ വലുതാണ്. ഒന്ന്, ഇവരുടെ ദേഹപരിശോധന നടത്തും. ഇവരല്ല എടുത്തെങ്കിൽ അതുകൊണ്ടാവുന്ന മുഷിച്ചിൽ. ഇവരെടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കേസ് പിന്നെ നമുക്ക് ഒരു സെറ്റിൽമെൻറ്റിൽ ഒരിക്കലും പോകാൻ പറ്റത്തില്ല. ആ കേസ് സെറ്റിൽമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ എടുത്ത സ്ത്രീ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് വേറൊരു കേസുണ്ടാക്കും. അപ്പം നമ്മൾ ആ പൈസ പോട്ടെന്ന് വയ്ക്കാൻ പറ്റും. പക്ഷേ ഇദ്ദേഹം ഈ പൈസ മോഷണം പോയപ്പോഴത്തേക്ക് ആരുടെയും പേര് കൊടുക്കണ്ടായിരുന്നു. ഓഫീസിൽ കിട്ടേണ്ട ഞങ്ങൾ ഇത്ര തുണി വിറ്റു, ഇത്ര രൂപ കിട്ടാനുണ്ട്, ഇത്ര രൂപ കിട്ടി, ഇത്ര രൂപ ഇനി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു FIR ഇട്ടാൽ മതിയായിരുന്നു. ഈ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അവരെ വിളിച്ച് സംസാരിക്കുക, അവരെ ഭർത്താക്കന്മാരെ വിളിച്ച് സംസാരിക്കുക, അവർ കൊടുക്കുന്ന ക്യാഷ് കൈപ്പറ്റുക. ഇതൊക്കെ ചെയ്തത് അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള അറിവില്ലായ്മയുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ നിർഭാഗ്യം എന്ന് വേണം പറയാൻ. അദ്ദേഹം മനുഷ്യത്വം കാണിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ മനുഷ്യത്വം കാണിക്കുന്നതും അപകടകരമാണ്. ചിലയിടത്ത് നമ്മൾ മനുഷ്യത്വം കാണിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ പൊതുസ്ഥലത്തോ നടക്കുന്ന തെറ്റായ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. അവരന്വേഷിച്ച് തീരുമാനിക്കട്ടെ. ഇവരെ വിളിച്ച് വേറെ ഓഫീസിൽ കൊണ്ടുപോകുന്നു, അവിടെ ഉള്ളവരുടെ മുൻപ് വെച്ചിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അവർ കുറ്റസമ്മതം നടത്തുന്ന വീഡിയോ പകർത്തുന്നു. അവരുടെ ഓഫീസിനകത്ത് വെച്ച് അവർ നിർബന്ധിച്ച് നടത്തിയ കുറ്റസമ്മതം എന്ന് പറയാൻ പറ്റത്തില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരാളെ കുറ്റം സമ്മതിച്ചാലും കുറ്റസമ്മതം എന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു മജിസ്ട്രേറ്റിൻ്റെ മുമ്പ് വെച്ചിട്ട് ആ കുറ്റം അവർ സമ്മതിക്കുമ്പോഴത്തേക്ക് മാത്രമാണ് കുറ്റസമ്മതമാവുന്നത്. അതിൽ നിന്ന് പോലും അവർക്ക് പിന്നീട് ഡിട്രാക്ട് ചെയ്യാനുള്ള പഴുതുകൾ നിയമത്തിലുണ്ട്. അപ്പോൾ ഈ തുക കൃത്യമായിട്ട് അവർക്ക് കണ്ടുപിടിക്കാമായിരുന്നു, എവിടെയാണെന്ന് അന്വേഷിക്കാമായിരുന്നു. അത് ആ ജോലി പോലീസിൻ്റേതായിരുന്നു. പോലീസിൽ പരാതി കൊടുത്തിട്ട് അത് മുന്നോട്ട് നോക്കണമായിരുന്നു. ACPക്ക് ഒരു പരാതി കൊടുത്തിട്ട് താഴെ പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നവരെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടികൾ എന്ത് ചെയ്തു? അവർ വളരെ ബുദ്ധിപരമായിട്ട് അവർ അഡ്വക്കേറ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അവർ 8 ലക്ഷം രൂപയും കൊടുത്തിട്ട് വക്കീലിനും ചിലപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്തിട്ട് വക്കീലിൻ്റെ ഉപദേശം അനുസരിച്ചിട്ട് അവർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു പരാതി കൊടുക്കാനുണ്ട്. ഞാൻ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ പണ്ഡിത നിയമത്തിൽ നിന്നുമല്ല. ഹൈക്കോടതിയിലെ ജസ്റ്റിസായിരുന്ന ശ്രീ കമാൽ വാഷ് സാറ് അതിനെ പറ്റിയിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നാട്ടിലും രാജ്യത്തും അന്തർദേശീയ തലത്തിലും നിറഞ്ഞു നിൽക്കുന്ന 5 പെൺകുട്ടികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. ഇവരെ പരിചയപ്പെടുക. നന്ദി, നമസ്കാരം.